The Archetypes of Literature, paragraph number 29. The relation of criticism to religion when they deal with the same documents is more complicated. ക്രിറ്റിസിസവും റിലീജിയനുമായിട്ട് എടുക്കുക വെച്ച് കഴിഞ്ഞാൽ ഒരേ ഡോക്യുമെൻ്റ് തന്നെ അവർ ഡീൽ ചെയ്യുന്ന രീതി അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ഇൻ ക്രിറ്റിസിസം ആസ് ഇൻ ഹിസ്റ്ററി the divine is always treated as a human artifact. God, for the critic, whether he finds him in Paradise Lost or the Bible, is a character in a human story. And for the critic, all epiphanies are explained not in terms of the riddle of a possessing God or devil, but as mental phenomena closely associated in their origin with the dreams. അതാണ് ഫസ്റ്റ് പോയിന്റ്. അതായത് ഇപ്പോൾ ഗോഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനൊരു ക്രിട്ടിക്ക് എടുക്കുന്നത് അത് പാരഡൈസ് ലോസ്റ്റിലാകട്ടെ ബൈബിളിലാവട്ടെ രണ്ടിലായാലും അതിൽ അവരെടുക്കുന്നത് അതൊരു ക്യാരക്ടറായിട്ടാണ്. സോ ഹ്യൂമൻ സ്റ്റോറിയിലുള്ള ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് എടുക്കുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അത് റിലീജിയൻ്റെ കോണ്ടെക്സ്റ്റിലാകുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ആദ്യം പറയുന്നത്. ഫസ്റ്റ് ഫോർ ദ ക്രിട്ടിക് ഓൾ എപ്പിഫനീസ് ആർ എക്സ്പ്ലെയിൻഡ് നോട്ട് ഇൻ ടേംസ് ഓഫ് ദ റിഡിൽ ഓഫ് എ പോസസിങ് ഗോഡ് ഓർ ഡബിൾ. ഇപ്പോൾ ഈ പറയുന്ന ഏത് എപ്പിഫനീസിനെ ആയാലും എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത് റിഡിൽ പിന്നെ ഒരു ഗോഡ് ഡബിൾ ഇതിൻ്റെ പൊസഷൻ ആ രീതിയിലുള്ള കടങ്കഥ റിഡിലൂടെയൊന്നുമല്ല, ബട്ട് ആസ് മെൻ്റൽ ഫിനോമിന ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദ ഒറിജിൻ വിത്ത് ഡ്രീംസ്. അപ്പം പലപ്പോഴും നമ്മൾ പറയും ഇപ്പം ഈ പറയുന്ന റിലീജിയസ് ബിലീഫ്സ് അല്ലെങ്കിൽ ബിലീഫ് സിസ്റ്റം, ഗോഡ് എന്ന് പറയുന്നൊരു ഇമേജ് അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് തന്നെ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് വോണ്ട് സം എക്സ്റ്റേണൽ ഏജൻസി ടു ക്ലിങ് ഓൺ ടു. അപ്പോൾ അവർക്ക് എപ്പോഴും ഡിസിഷൻ മേക്കിംഗ്. സോ ഓ ഗോഡ് പ്ലീസ് ലെറ്റ് മീ എന്ന് പറയുന്ന ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് അതാണ് ആ ഒരു ഹ്യൂമൻ സൈക്കിയുടെ വർക്കിംഗ്. മെൻ്റൽ ഫിനോമിന എന്ന് പറയുന്ന ഒരു ഡ്രീംസ് ആകട്ടെ റിലീജിയൻസ് ആസ് എ ഹോൾ ഹ്യൂമൻ ബീയിങ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന ഫിയർ, പണിഷ്മെൻറ്റ്, ഇങ്ങനെയുള്ള കുറേ കോൺസെപ്റ്റ്സ് ആണെന്ന് അറിയാം. അപ്പോൾ ഇതുപോലെ തന്നെ ഡ്രീംസ്, എലമെൻറ്റ്സ് ഓഫ് ഡ്രീംസ്, നമ്മുടെ മൈൻഡ് ഇങ്ങനെ എപ്പോഴും മൈൻഡിലുള്ള കോൺഷ്യസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഡ്രീംസ് ആയിട്ട് വരിക. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന കോൺസെപ്റ്റുകളിലേക്കും അല്ലെങ്കിൽ എപ്പിഫനീസിലേക്കൊക്കെ ലീഡ് ചെയ്യുക. നമുക്ക് വി വാണ്ട് ദാറ്റ് കൈൻഡ് ഓഫ് എലമെൻറ്റ്സ്, ഇമേജസ്. അതിൽ കുറേ വിശ്വാസങ്ങൾ നിറയ്ക്കുമ്പോഴാണ് ഹ്യൂമൻ ബീങ്സ് ഫീൽ ലൈക്ക് ഹാവിങ് എ സെക്യൂരിറ്റി ഓർ അറ്റ്ലീസ്റ്റ് സംതിങ് ടു അറ്റ്ലീസ്റ്റ് എ ബേസ് ടു ഡിപ്പെൻഡ് അപ്പോൺ എന്നുള്ളതാണ്. ദിസ് വൺസ് എസ്റ്റാബ്ലിഷ്ഡ് ഈസ് ദെൻ നെസസറി ടു സേ ദാറ്റ് നത്തിങ് ഇൻ ക്രിറ്റിസിസം ഓർ ആർട്ട് compels the critic to take the attitude of ordinary waking consciousness toward the dream or the God. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരിക്കൽ വൺസ് ഇറ്റ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ്, ഇപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കഴിഞ്ഞാൽ എന്താണ് പിന്നെ ക്രിട്ടിക്കിനെ കമ്പൽ ചെയ്യാൻ ഒന്നിനും കഴിയില്ല. അതായത് ടു ടേക്ക് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഓർഡിനറി വേക്കിംഗ് കോൺഷ്യസ്നെസ്സിൻ്റെ ആ രീതിയിൽ തിങ്ക് ചെയ്യാൻ. അത് എപ്പോഴും ഓൾവേസ് ദേ വിൽ ബി തിങ്കിങ് വിത്ത് ദ ഡീപ്പർ സൈക്കി, ഡീപ്പർ ഫങ്ഷനിങ് ഓഫ് മൈൻഡ് ആഫ്റ്റർവേർഡ്സ്. ഓക്കെ. പിന്നെ ആർട്ട് ഡീൽസ് നോട്ട് വിത്ത് ദ റിയൽ ബട്ട് വിത്ത് ദി കൺസീവബിൾ. ആർട്ട് ഡീൽസ് നോട്ട് വിത്ത് ദ റിയൽ ബട്ട് വിത്ത് ദ കൺസീവബിൾ. അതാണ് ആർട്ട് എപ്പോഴും ഡീൽ ചെയ്യുന്നത്. എന്താണ് ഒരിക്കലും റിയലിന് മാത്രമല്ല ഡീൽ ചെയ്യുക, അത് എന്തും കൂടി പറ്റും. കൺസീവബിൾ, എന്തൊക്കെ ഐഡിയാസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും, നമ്മൾ നേരിട്ട് മുന്നിൽ കണ്ടതല്ലാത്തതും എഴുതാൻ പറ്റുന്നത് ഈ കൺസീവബിൾ നേച്ചറാണ് ആർട്ടിൻ്റെ. ആൻഡ് ക്രിറ്റിസിസം ദോ ഇറ്റ് വിൽ ഇവൻച്വലി ഹാവ് സം theory of conceivability, we can never be justified in trying to develop, much less assume any theory of actuality. See, criticism though it will eventually have to have some theory of conceivability. അപ്പോൾ ക്രിറ്റിസത്തിനും ഈ രീതിയിലുള്ള കൺസീവബിൾ ആയിട്ടുള്ള കുറച്ചെന്തെങ്കിലും അതിൻ്റെ തിയറി പാർട്ടിൽ വേണം. can never be justified in trying to develop, much less assume any theory of actuality. പക്ഷേ ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത് ക്രിറ്റിസിസം ദോ it will eventually have to have some theory of conceivability, can never be justified in trying to develop, much less assume any theory of actuality. അപ്പം
അത്ര കൺസീവബിലിറ്റി ഒരുപാട് ആക്ച്വാലിറ്റിയിൽ നിന്ന് മൂവ് ചെയ്യുന്നത് ക്രിറ്റിസത്തിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണെന്നാണ് അവിടെ തോന്നുന്നത്. അപ്പോൾ ഇറ്റ്സ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ബിഫോർ അവർ നെക്സ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ക്യാൻ ബി മെയ്ഡ്. അപ്പോൾ ഇനി വരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എന്താണ് ശരിക്കും ക്രിറ്റിസിസം എങ്ങനെയാവണം എന്നുള്ളതും കൂടി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ലിറ്ററേച്ചറിൻ്റെ അത്രയും കൺസീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറ്റുമോ, റിയാലിറ്റി തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമോ എന്നുള്ളത് നെക്സ്റ്റ് പാരഗ്രാഫ്സിൽ, അതായത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇനിയുള്ള സ്റ്റെപ്പുകൾ നടത്താൻ പറ്റൂ എന്നാണ് ഫ്രയെ പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ വിത്ത് പാരഗ്രാഫ് നമ്പർ 29. The Archetypes of Literature, paragraph number 30. We have identified the central myth of literature in its narrative aspect with the quest myth. ആ ക്വസ്റ്റ് മിത്ത് തന്നെയാണ് ഒരു ലിറ്ററേച്ചറിൻ്റെ അല്ലെങ്കിൽ നറേറ്റീവിലെ സെൻട്രൽ മിത്തായിട്ട് തന്നെ പറയുന്നത്. നൗ ഇഫ് വി വിഷ് ടു സീ ദിസ് സെൻട്രൽ മിത്ത് ആസ് എ പാറ്റേൺ ഓഫ് മീനിങ് ഓൾസോ, വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദി വർക്കിംഗ്സ് ഓഫ് ദി സബ്കോൺഷ്യസ് വേർ ദി എപ്പിഫനി ഒറിജിനേറ്റ്സ്. ഇൻ അതർ വേർഡ്സ്, ഇൻ ദി ഡ്രീം. സബ് കോൺഷ്യസ് ഡ്രീം, അതുപോലെ എപ്പിഫനി, അതായത് ഒരു ഡ്രീം എന്ന് പറയുന്ന ഒരു തരത്തിൽ വിഷ് ഫുൾഫിൽമെൻറ്റുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഐഡിയ എന്നറിയാം. സോ അങ്ങനെ ആ രീതിയിൽ വേണം ഇഫ് യു വിഷ് ടു സീ ദി സെൻട്രൽ മിത്ത് ആസ് ദി പാറ്റേൺ ഓഫ് മീനിങ്. എവിടെ നിന്നാണ് ഈ ഡ്രീംസ് വരുന്നത്, അല്ലെങ്കിൽ സബ് കോൺഷ്യസും ഡ്രീംസും ഈ എപ്പിഫനി എന്ന് പറയുന്നത് അത് ഒരു ഹീറോയിക് ആവാനുള്ള, അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് എ വിഷ്. എവ്രി വൺ വോൺസ് ടു ബി അറ്റ് ദി ടോപ്പ്, അല്ലെങ്കിൽ ആ ഹീറോ സങ്കല്പം. ഓരോരുത്തർ അവരവരുടെ കഥയിൽ ഹീറോസും ഹീറോയിൻസുമാണ്. അപ്പം അങ്ങനെ പല എപ്പിഫനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഗോഡ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ സംതിങ് സൂപ്പർ നാച്ചുറൽ പവർ എന്നുള്ളതാണ്. അപ്പം so the human cycle of waking and dreaming corresponds closely to the natural cycle of light and darkness. ഈ ഒരു ഹ്യൂമൻ സൈക്കിൾ ഓഫ് വേക്കിംഗ് ആൻഡ് ഡ്രീമിങ്, വേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണർന്നിരിക്കുന്ന സമയവും ഡ്രീമിങ് എന്ന് പറയുന്നത് നൈറ്റുമായിട്ട് കണ്ടു കഴിഞ്ഞാൽ കറസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, കറസ്പോണ്ട്സ് ക്ലോസ്ലി ടു ദി നാച്ചുറൽ സൈക്കിൾ ഓഫ് ലൈറ്റ്. വേക്കിംഗ് ലൈറ്റുമായിട്ടും ഡ്രീമിങ് ഡാർക്ക്നെസ്സുമായിട്ട്, ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്. ആൻഡ് ഇറ്റ് ഈസ് പെർഹാപ്സ് ഇൻ ദിസ് കറസ്പോണ്ടൻസ് ദാറ്റ് ഓൾ ഇമാജിനേറ്റീവ് ലൈഫ് ബിഗിൻസ്. ഈ ഒരു കറസ്പോണ്ടൻസിലാണ് ഈ ഒരു ഇമാജിനേറ്റീവ് ലൈഫ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. ദ കറസ്പോണ്ടൻസ് ഈസ് ലാർജ്ലി ആൻ ആൻറ്റിതേസിസ്. ആൻറ്റിതേസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിവൈസ് ദാറ്റ് ബൈ വിച്ച് ടു കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ആർ ജക്സ്റ്റപ്പോസ്ഡ് ഇൻ പാരലൽ ഫോം. ഇവിടെ ഡാർക്ക്നെസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് രണ്ടും കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ആണ്, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ അതുപോലെ ആൻറ്റിതസിസ് എന്നതുകൊണ്ടാണ് അവിടെ പറയുന്നത് ദ കറസ്പോണ്ടൻസ് ഇസ് ലാർജ്ലി ആൻ ആൻറ്റിതസിസ്. ഇറ്റ് ഈസ് ഇൻ ഡേ ലൈറ്റ് ദാറ്റ് മാൻ ഈസ് റിയലി ഇൻ പവർ ഓഫ് ഡാർക്ക്നെസ്. അപ്പം അതെങ്ങനെയാണ് വളരെ ഐറോണിക്കലി നമുക്കവിടെ ഒരു ആൻറ്റിതസിസ് പറയും. അതായത് ഡേ ലൈറ്റ് എന്ന് പറയുമ്പോൾ നോർമലി വി ഹാവ് ദി കോൺസെപ്റ്റ് ഓഫ് ഹാവിങ് positive energy, light and all, but here during daylight actually man is really in the power of darkness. ശരിക്കും മനുഷ്യന് ഡാർക്ക്നെസ്സിലേക്ക് പോകുന്നത് ഈ സമയത്താണ്. കാരണം എ പ്രേ ടു ഫ്രസ്ട്രേഷൻ ആൻഡ് വീക്ക്നെസ്. ഡ്യൂറിങ് ദാറ്റ് ടൈം യു ആർ well conscious of the problems and the sufferings of life, and you are always frustrated and you are weak. You are tensed about the future events, the present events, everything, past events as well. So this is the way you are weak and frustrated during daytime, except for the light. Light എന്ന് പറയുന്ന കാര്യം അവിടെയുണ്ട്, പക്ഷെ അതിന് ശരിക്കും ഈ രീതിയിലാണ് ഡാർക്കാണ്. ആ സമയത്താണ് ശരിക്കും മനുഷ്യന്മാർ ഡാർക്കൻഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ഡാർക്ക് മൂഡിലേക്ക് പോകുന്നതെന്നാണ്. It is in the darkness of nature that the libido or conquering heroic self awakes. Another thing, it is in the darkness of nature that the libido or conquering heroic self awakes. So libido that drives the various instincts, all these awake during night, and that is how they become really enthusiastic. Mattepolealla ഇവിടെ frustrated അല്ല, the person is really the self is awake and self is enthusiastic. Hence art, which Plato called a dream for awakened mind, seems to have as its final cause the resolution of the antithesis, the mingling of the sun and the hero, the realizing of a world in which the inner desire and the outward circumstance coincide. ഇവിടെ ആർട്ടിന് പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട് അവേക്കൻഡ് മൈൻഡ്സിൻ്റെ ഡ്രീംസ് ആണ്. അപ്പോൾ അതുപോലെ സീംസ് ടു ഹാവ്, നമ്മളിപ്പോൾ ക്രിയേറ്റീവ് റൈറ്റേഴ്സ് ആൻഡ് ഡേ ഡ്രീമിങ് പറയുന്ന പോലെ തന്നെ. അപ്പോൾ അവിടെ എന്താണ്
ഇവിടെ സീംസ് ടു ഹാവ് ഇറ്റ്സ് ഫൈനൽ കോസ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് ദി ആൻറ്റിതെസിസ്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ പറയണമെങ്കിൽ ആ ആൻറ്റിതെസിസിലാണ് അതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. കാരണം ഡേ ആവുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആണ്, പക്ഷേ ഡാർക്ക് മൂഡിൽ ഡാർക്കാണ്, ടൈം ഡാർക്ക്നെസ് ആണെങ്കിലും അവിടെ എന്താണ്, ദ പേഴ്സൺ ഈസ് റിയലി എൻതൂസിയാസ്റ്റിക് ആൻഡ് അവേക്ക് ആൻഡ് ഹാപ്പി. സോ ദിസ് ഈസ് അഗെയിൻ ദ മിംഗ്ലിംഗ് ഓഫ് ദ സൺ ആൻഡ് ദ ഹീറോ. അവിടെ നമ്മൾ വീണ്ടും മിംഗ്ലിംഗ് ഓഫ് ദി സൺ ആൻഡ് ദ ഹീറോ, the realizing of a world in which the inner desire and the outward circumstance coincide. അപ്പോൾ അവിടെ എന്തുണ്ട്, ഇന്നർ ഡിസയറും ഔട്ട്വേർഡ് സർക്കംസ്റ്റാൻസും കോയിൻസൈഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ദിസ് ഈസ് ദ സെയിം ഗോൾ ഓഫ് കോഴ്സ് ദാറ്റ് ദ അറ്റംപ്റ്റ് ടു കമ്പൈൻ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ പവർ ഇൻ ritual has. So this is the same goal, of course, that the attempt to combine human and natural power. അപ്പോൾ natural power അത് ഹ്യൂമൻ ബീയിങ്സിന് അത് മാക്സിമം റിവീൽ ചെയ്യാനും അത് യൂസ് ചെയ്യാനും ഉള്ളത് റിച്വൽസിലും നമ്മൾ ഇതേ എഫേർട്ട് കാണുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ വി ഹാവ് ദിസ് വിത്ത് ഫാസ്റ്റിംഗ്. സർട്ടൻ തെയ്യം ഫോംസ് can jump into fire. Normally a human being cannot think about doing that, but it is possible. അതൊരു തരത്തിൽ ലൈക്ക് ഒരു അനുഷ്ഠാനം ആചാരം എന്നതിൻ്റെ അപ്പുറം ഒരു തരത്തിലുള്ള ഒരു മൈൻഡ് കൺട്രോളിങ്, മൈൻഡ് സ്ട്രെങ്തനിങ് എല്ലാം ആണ്. അപ്പോൾ ആ ഒരു പവർ, നാച്ചുറൽ പവർ, ഹ്യൂമൻ എഫേർട്ട്, ഹ്യൂമൻ പവർ ഇത് റിച്വലിൽ നമ്മൾ കാണുന്നുണ്ട്. The social function of the arts therefore seems to be closely connected with the visualizing the goal of work in human life. ഓരോ ആർട്ട് ഫോം ഹ്യൂമൻ ലൈഫിലും സോഷ്യൽ ഫങ്ഷനിങ്ങിലും ഒക്കെ അതിന് അത്രമാത്രം കണക്റ്റഡ് ആണ് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇൻ ടേംസ് ഓഫ് സിഗ്നിഫിക്കൻസ് ദ സെൻട്രൽ മിത്ത് ഓഫ് ആർട്ട് മസ്റ്റ് ബി, ഏതാണ് സെൻട്രൽ മിത്ത് നമുക്കറിയാം, ക്വസ്റ്റ് മിത്താണ്. ആർട്ട് മസ്റ്റ് ബി ദ വിഷൻ ഓഫ് ദി എൻഡ് ഓഫ് സോഷ്യൽ എഫേർട്ട്, ദ ഇന്നസെൻറ്റ് വേൾഡ് ഓഫ് ഫുൾഫിൽഡ് ഡിസയർ. സോ ക്വസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എൻഡ് എന്താണ്, ആ ഒരു ഫൈൻഡിങ് ഔട്ട് ദാറ്റ്, ആൻഡ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫുൾഫിൽമെൻറ്റ് ഓഫ് ഡിസയേഴ്സ്, ദ ഫ്രീ ഹ്യൂമൻ സൊസൈറ്റി. ഇങ്ങനെ ആർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു തരം വേ ഔട്ടാണ്. പെൻറ്റപ്പ് ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മൾ റിപ്രസ്ഡ് ഇമോഷൻസ് ആർ ഗെറ്റിംഗ് എ വേ ഔട്ട് ഓഫ് റൈറ്റിംഗ്. ഇപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന പോലെയാണ് ഒരു തരത്തിൽ വിഷ് ഫുൾഫിൽമെൻറ്റും ഡിസയർ ഫുൾഫിൽമെൻറ്റും അവിടെ കാണാൻ പറ്റും. സോ ദാറ്റ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫ്രീ ഹ്യൂമൻ സൊസൈറ്റി. വെൻ ഡസ് ദ സൊസൈറ്റി, ഹ്യൂമൻ മൈൻഡ് സെറ്റ്, ഹ്യൂമൻ കോൺഷ്യസ്നെസ് ആൻഡ് ദ സൊസൈറ്റി, വെൻ ഡു ദാറ്റ് ബിക്കം റിയലി നമ്മൾ പറയും എന്താണ്, ഒരു തരത്തിലും വിഷ് ഫുൾഫിൽഡ് അല്ലാത്ത അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളതായി പോകുന്നത് ഈ ഒരു തരത്തിലൊന്നിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഹിയർ ഇറ്റ് ഈസ് അബൌട്ട് ഫുൾഫില്ലിംഗ് ദ ഡിസയേഴ്സ്. ദ ഡിസയേഴ്സ് എല്ലാം ഫുൾഫിൽഡ് ആണെങ്കിൽ ഇറ്റ്സ് ദ സൊസൈറ്റി ഓൾസോ ഇസ് ഫ്രീ ആൻഡ് ഔട്ട് ഓഫ് ദി ടെൻഷൻ, സ്ട്രെസ്, സ്ട്രെയിൻ, ഫ്രസ്ട്രേഷൻ, ഓൾ ദീസ്. So once this is understood, the integral place of criticism among the other social sciences in interpreting and systematizing the vision of the artist will be easier to see. ഇപ്പോൾ ഇങ്ങനെ ഇത് മനസ്സിലാവുകയാണെങ്കിൽ ദ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ക്രിറ്റിസിസം എമംഗ് അതർ സോഷ്യൽ സയൻസ്. കാരണം ഈ ക്രിറ്റിസിസം ഈ രീതിയിലാണ് മനുഷ്യന്മാരുടെ ബോധതലം അല്ലെങ്കിൽ സോഷ്യൽ ബീയിങ്, ഗാദറിങ്, അവരുടെ ഫങ്ഷൻസ്, റോൾസ്, ഇതൊക്കെ ക്രിറ്റിസിസത്തിന് ഇത്രയും ഡെപ്തിൽ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് ഈ ക്രിറ്റിസിസത്തിന് മറ്റുള്ള ഏത് സോഷ്യൽ സയൻസസിലും മറ്റ് സബ്ജക്ട്സിലും ഇൻ്റർപ്രിട്ടേഷനും സിസ്റ്റമാറ്റൈസിങ്ങിനും ഉള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു തലങ്ങളിൽ ആ ഒരു ലെവൽ ഓഫ് ഗോയിങ് അത്രമാത്രം അവർക്കത് പോസിബിൾ ആവുമെന്ന് മനസ്സിലാവുന്നത് നമുക്ക് ഈ ഒരു റെലവൻസ് മനസ്സിലാക്കുമ്പോഴാണ്. ഈ ഇത്രമാത്രം സിസ്റ്റമാറ്റിക്കലി അവർക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇൻ്റഗ്രൽ പ്ലേസ് തന്നെ ക്രിറ്റിസിസത്തിനുണ്ട്. മറ്റ് മേഖലകൾ, മറ്റ് സ്റ്റഡി ഏരിയാസിനെ പോലും ബാധിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്കത് സിസ്റ്റമാറ്റൈസ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും വേണ്ടി കഴിയും എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് അറ്റ് ദിസ് പോയിന്റ് ദാറ്റ് വി ക്യാൻ സീ ഹൗ റിലീജിയസ് കൺസെപ്ഷൻസ് ഓഫ് ദി final cause of human effort are as relevant as any other to criticism. അപ്പോൾ അതുകൊണ്ട് തന്നെ സൊസൈറ്റിയെ പറ്റി പറയുമ്പോൾ ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ പറ്റി പറയുമ്പോൾ റിലീജിയൻ എന്ന് പറയുന്നതിന് അതിൻ്റെതായ ഇമ്പാക്റ്റ് ഉണ്ട്, റോളുണ്ട്. അപ്പോൾ അവിടെ റിലീജിയസ് കോൺസെപ്ഷൻസും ഈ രീതിയിലുള്ള ഫൈനൽ കോസ് ഓഫ് ഹ്യൂമൻ എഫേർട്ട് അതിന് റെലവൻ്റ് ആണ് എന്നുള്ള രീതി. കാരണം പല ആചാരങ്ങളും കലകളും റിലീജിയൻ റിലേറ്റഡും ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെയെല്ലാം കണക്ട് ചെയ്തുകൊണ്ടും
സിസ്റ്റമാറ്റിക്കലി അനലൈസ് ചെയ്യാൻ ഒരു ക്രിറ്റിസിസത്തിന് സാധിക്കും. മറ്റ് ഏരിയാസ് അത് യൂസ് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ മറ്റ് ഏരിയാസിലെ കാര്യങ്ങൾ അത് യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എവിടെയായാലും വി ക്യാൻ മേക്ക് ഇതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അനാലിസിസിനൊരു നല്ല സിസ്റ്റമാറ്റൈസേഷൻ സിസ്റ്റമാറ്റൈസിങ്ങും പിന്നെ സ്റ്റാൻഡേർഡൈസിങ്ങും കൊണ്ടുവരാൻ വേണ്ടി ക്രിറ്റിസിസത്തിന് സാധിക്കും എന്ന് പറയുന്ന പാരഗ്രാഫാണ് പാരഗ്രാഫ് നമ്പർ 30 ഓഫ് ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ. താങ്ക് യു. The Archetypes of Literature, paragraph number 31. The importance of the god or hero in the myth lies in the fact that such characters who are conceived in human likeness and yet have more power over nature gradually build up the vision of an omnipotent personal community beyond an indifferent nature. ഏതിലായാലും ഒരു ഗോഡ് ഹീറോ എന്നുള്ള ഒരു കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം, അത് മിത്തിൽ അതിന് ഇമ്പോർട്ടൻസ് വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടേഴ്സ് എന്താണ്, ഇൻഫാക്ട് ഹു ആർ കൺസീവ്ഡ് ഇൻ ഹ്യൂമൻ ലൈക്ക്നെസ്, ഒരു തരത്തിൽ ഹ്യൂമൻ ബീയിങ്സിനോട് സാദൃശ്യമുണ്ട്, അതേസമയം എന്താണ് യെറ്റ് ഹാവ് മോർ പവർ ഓവർ നേച്ചർ, അതേസമയം അവർക്ക് പവർ ഇപ്പം ഫുള്ളി സൂപ്പർ ഹ്യൂമനും ആയിരിക്കണം എന്നില്ല, എപ്പോഴും ഒരു ഹ്യൂമൻ ഫീച്ചേഴ്സും ഉണ്ട്, അതേസമയം അവർക്ക് ഇപ്പം സി ഫോർ എക്സാമ്പിൾ ജസ്റ്റ് തിങ്ക് അബൌട്ട് ക്രൈസ്റ്റ് ആസ് എ ഹ്യൂമൻനെസ് കൂടുതലാണ്, അല്ലെങ്കിൽ അത് എന്നാൽ കുറേ പവേഴ്സ് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഗ്രാജുവലി ബിൽഡ് അപ്പ് ദ വിഷൻ ഓഫ് എൻ ഒംനിപൊട്ടന്റ് പേഴ്സണൽ കമ്മ്യൂണിറ്റി ബിയോണ്ട് ദ ഇൻഡിഫറൻറ്റ് നേച്ചർ. നേച്ചറിന് എന്ത് ചെയ്താലും കൺട്രോൾ ചെയ്യാൻ ഹ്യൂമൻ ബീയിങ്സിന് പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ മേലെ നമുക്കൊരു ആധിപത്യമില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ രീതിയിലുള്ള മിത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു സാറ്റിസ്ഫാക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഇറ്റ് ഈസ് ദിസ് കമ്മ്യൂണിറ്റി വിച്ച് ദ ഹീറോ റെഗുലർലി എൻറ്റേഴ്സ് ഇൻ ഹിസ് എപ്പോത്തീസിസ്. ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് ഈ ഒരു എപ്പോത്തീസിസ് മീൻസ് ദ അട്രാക്ഷൻ ഓഫ് ബിക്കമിങ് മേക്കിംഗ് ഇൻ ടു എ ഗോഡ്, ദാറ്റ് ഈസ് ഗ്ലോറിഫിക്കേഷൻ ഓർ എക്സാൽട്ടേഷൻ ഓഫ് സം വൺ. ആ ഒരു ഫിഗറിന് ആ ഒരു എപ്പോത്തീസിലേക്ക് ഇങ്ങനെ ഓൾറെഡി ആക്സെപ്റ്റൻസിന് വില്ലിംഗ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ്, അതായത് റീഡിംഗ് ആയാലും മിത്തിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയാലും ഏതിലായാലും അങ്ങനെ അതിലേക്കാണ് അവർ വരുന്നത്. സോ ദ വേൾഡ് ഓഫ് ദിസ് എപ്പോത്തസിസ് ദസ് ബിഗിൻസ് ടു പുൾ എവേ ഫ്രം ദി റോട്ടറി സൈക്കിൾ ഓഫ് ദി ക്വസ്റ്റ് ഇൻ വിച്ച് ഓൾ ട്രയംഫ് ഇസ് ടെമ്പററി. പിന്നെ അതുമാത്രമല്ല ദ വേൾഡ് ഓഫ് ദിസ് എപ്പോത്തസിസ് ദസ് ബിഗിൻസ് ടു പുൾ എവേ ഫ്രം ദി റോട്ടറി സൈക്കിൾ ഓഫ് ദി ക്വസ്റ്റ് ഇൻ വിച്ച് ഓൾ ട്രയംഫ് ഇസ് ടെമ്പററി. അതിനൊരു പിന്നെ പെർമനൻസി, അതായത് ഈ പറയുന്ന ഒരു ഹീറോ നോർമലി നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു ഹ്യൂമൻ ലൈഫിലാണെങ്കിൽ ഇത് ഓൾ വിക്ടറി എവറി ട്രയംഫ് ദാറ്റ് ഈസ് temporary. After that again the person may be in trouble, those again they may be quest of filling or quest of solving that. ഇതാണ് എപ്പോഴും നടന്നു പോകുന്ന ഒരു സൈക്കിളാണത്. അപ്പോൾ അതിൽ നിന്ന് പുള്ളി ചെയ്തിട്ടൊരു എവിടെയോ ഒരു സ്റ്റെബിലിറ്റി ടു അക്വയർ ദ സ്റ്റെബിലിറ്റി, ദാറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ടു ഹാവ് എ കംഫർട്ട് സോൺ. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഓൾവേസ് വി ഹാവ് ദിസ് ടെൻഡൻസി ടു ടോക്ക് അബൌട്ട് ഓക്കെ ജോബ്, സി ആഫ്റ്റർ എഡ്യൂക്കേഷൻ എന്നാലും സാറ്റിസ്ഫൈഡ് ആവില്ല, ഓൺ ദി സ്പോട്ട് ദെൻ അബൌട്ട് ജോബ്, ദെൻ അഗെയിൻ അത് ഒരു ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ ദെൻ അതിൻ്റെ പ്രശ്നങ്ങൾ, ആഫ്റ്റർ ദാറ്റ് മാരേജ്, ആഫ്റ്റർ ദാറ്റ് എന്നാൽ സാറ്റിസ്ഫൈഡ് ആവും, നോ ആഫ്റ്റർ ദാറ്റ് വാട്ട്, ഇങ്ങനെ കുറേ ഒന്നൊന്നിൽ പോയിക്കൊണ്ട് ക്വസ്റ്റാണ്. ക്വസ്റ്റ് ലൈക്ക് ഇങ്ങനെ മൂവിങ് ഓൺ ലൈക്ക് ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ പോകുന്നതാണ്, ഒരു ചെയിനിൽ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അവിടെ എന്താണ് ഹെൻസ് ഇഫ് വി ലുക്ക് അറ്റ് ദി ക്വസ്റ്റ് മിത്ത് ആസ് എ പാറ്റേൺ ഓഫ് ഇമേജറി, we see the hero's quest first of all in terms of its fulfillment. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ് മിത്തിനെ തന്നെ ഒരു ഇമേജറി പാറ്റേണിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ഹീറോയുടെ ക്വസ്റ്റിനെ നമ്മൾ ആദ്യം കാണുന്നത് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ ടേംസിലായിരിക്കും. ദിസ് gives us our central pattern of archetypal images, the vision of innocence which sees the world in terms of total human intelligibility. ഇനി ഇതിന് മുഴുവനായിട്ടും ഒരു വിഷൻ ഓഫ് ഇന്നസെൻസിൻ്റെ മോഡൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഒരു ഹ്യൂമൻ ഇൻ്റലിജിബിലിറ്റി ഉണ്ട്, പക്ഷേ എന്താണ് ഒരു ഫുൾ ഇന്നസെൻസ് ഓഫ് വിഷൻ ഓഫ് ഇന്നസെൻസ്, അതായത് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടും കൂടുതൽ ക്വസ്റ്റിനൊന്നും പോവാത്ത രീതിയിൽ വളരെ കംഫർട്ടിലേക്ക് വരുന്ന രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ്സിലേക്കാണ് നമ്മളെ ഈ രീതിയിലുള്ള ആർക്കിടൈപ്സ് പിന്നീട് ലീഡ് ചെയ്യുന്നത്. സോ ഇറ്റ് കറസ്പോണ്ട്സ് ടു ആൻഡ് ഈസ് യൂഷ്വലി ഫൗണ്ട് ഇൻ ദ ഫോം ഓഫ് ദ വിഷൻ ഓഫ് ദി അൺഫോളൻ വേൾഡ് ഓർ ഹെവൻ ഇൻ റിലീജിയൻ. ഇനി ഹെവൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് ഓൺ എർത്ത് അത് പോസിബിൾ അല്ലെങ്കിലും എന്താണത് പല റിലീജിയൻ പല ബിലീഫ് സിസ്റ്റവും പല രീതിയിലാണ് ഡിസ്ഫൈൻ ചെയ്യുന്നത്. പക്ഷേ
കോൺസെപ്റ്റ് സെയിം ആണ്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ അതിന്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റിനേക്കാളും ആ ഹീറോ ഗ്ലോറിഫിക്കേഷനിലൂടെ, ആദ്യം അത് ക്വസ്റ്റ് തന്നെയാണ്. ഏത് ഹീറോയിനെയും ഒരിക്കലും വളരെ അതായത് ഒരു പ്രശ്നങ്ങളും അവതരിപ്പിക്കാത്ത അതായത് ഒരു ഹീറോ ഈസ് നോട്ട് ഇൻ സെർച്ച് ഓഫ് എനിത്തിങ്, ഗുഡ് റിഡൻസ് അല്ല, മറ്റെന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവിങ്ങിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഒരു കഥാഗതി അവിടെ ഇല്ല. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ഒരു ഹീറോ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ചേസ് ക്വസ്റ്റ് ഇതിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ലേറ്റർ ഓൺ നമ്മളത് എന്ത് ചെയ്യുന്നതാണ്, എല്ലാം സെറ്റിൽഡ് ആയിട്ടുള്ള രീതിയിൽ അതെങ്ങനെ അങ്ങനെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ്. അപ്പോൾ ഇതെല്ലാം ഈ ലിറ്ററേച്ചറിൽ വരുമ്പോൾ നമുക്കതൊക്കെയും നമ്മുടെ ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിലൂടെ റിപ്രസ്ഡ് ഇമോഷൻസ് എങ്ങനെ പെൻറ്റപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഔട്ട്ലെറ്റാണ്. ഇറ്റ്സ് നോട്ട് ഈവൻ പെൻറ്റപ്പല്ല, സോറി, ഔട്ട്ലെറ്റ്, ഗിവിങ് എൻ ഔട്ട്ലെറ്റ് ഫോർ ദീസ് റിപ്രസ്ഡ് ഡിസയേഴ്സ്. അതും കൂടിയാണ് ആർട്ടിലെ വേറൊരു തലം. So it corresponds to and is usually found in the form of the vision of the unfallen world or heaven in religion. We may call it the comic vision of life, in contrast to the tragic vision which sees the quest only in the form of its ordained cycle. ഇതിനെ ഒരു കോമിക് വിഷൻ ഓഫ് ലൈഫായിട്ട് തന്നെയാണ് കാണാൻ പറ്റുക. കാരണം അത് സംതിങ്, ഇറ്റ് ഈസ് ക്രേവിങ് ഫോർ സംതിങ് റിയലി പോസിറ്റീവ് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, വിച്ച് സീസ് ദ ക്വസ്റ്റ് ഓൺലി ഇൻ ദ ഫോം ഓഫ് ഇറ്റ്സ് ഓർഡൈൻഡ് സൈക്കിൾ. അപ്പം ആ ഒരു ക്വസ്റ്റ് മിത്തിനെ അവർ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ അൾട്ടിമേറ്റ്ലി ദേ വോണ്ട് ദാറ്റ് ടു ബി ഫോർ സംതിങ്, ഒരു സെറ്റിൽമെൻറ്റിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ സെറ്റിൽഡ് ആവുക, റിലീജിയനിലായാലും എവിടെയായാലും ഒരു മൊത്തത്തിലെ ഒരു ബെറ്റർ സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും ഈ ഒരു ക്വസ്റ്റ് മിത്തിനെ ഡീൽ ചെയ്യുന്ന. ആ പ്രൈമറിലി അല്ല, പിന്നീട് അവരുടെ അതാണെന്ന് വെച്ചാൽ ആർക്കിടൈപ്സിലൂടെ ആയാലും ലിറ്ററേച്ചറിലൂടെ ആയാലും ഹ്യൂമൻ ബീയിങ്സ് അൾട്ടിമേറ്റ്ലി നമ്മളെ അതായത് ക്രിയേറ്റീവ് റൈറ്റേഴ്സ് ആയാലും റീഡേഴ്സ് ആയാലും പ്രിഫർ ചെയ്യുന്നത് ഒരു തരം എന്താണ്, സെറ്റിൽഡ് ആയിട്ട്, അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡിനൊരു പീസ്, അല്ലെങ്കിൽ നമുക്ക് അൺഫുൾഫിൽഡ് ആയിട്ടുള്ള ഡിസയേഴ്സിൻ്റെ ഒരു തരം ഫുൾഫിൽമെൻറ്റ്, ഇതൊക്കെ ഈ രീതിയിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ക്വസ്റ്റ് മിത്തിനെ ഈ രണ്ട് തലത്തിൽ ഡീൽ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ആദ്യം ക്വസ്റ്റ് ആയിട്ട് തന്നെയും, അതായത് ഹീറോയുടെ ക്വസ്റ്റ് മോഡിൽ തന്നെ പോയാലും പിന്നീട് അതിനൊരു എന്താ പറയുക, ഒരു തരത്തിൽ അതിനെ ഫുൾഫിൽഡ് ആയിട്ട് അവിടെ വളരെ പിന്നെ സെറ്റിൽഡ് ആയ രീതിയിൽ കാണിക്കാനുള്ള ഒരു ടെൻഡൻസി. സോ ദാറ്റ്സ് ഓൾ വിത്ത് പാരഗ്രാഫ് നമ്പർ 31 ഓഫ് ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ. ദി ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ, പാരഗ്രാഫ് നമ്പർ 32. Prior else, we conclude with a second table of contents in which we shall attempt to set forth the central pattern of the comic and tragic visions. One essential principle of archetypal criticism is that the individual and the universal forms of an image are identical. രണ്ട് രീതിയിൽ കോമിക് ആൻഡ് ട്രാജിക് വിഷൻസിന് നമ്മൾ രണ്ട് ടേബിൾ, ഇപ്പോൾ ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടേബിളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അവിടെ 5 തരത്തിലുള്ള ഹ്യൂമൻ വേൾഡ്, ആനിമൽ വേൾഡ്, വെജിറ്റബിൾ വേൾഡ്, മിനറൽ വേൾഡ്, പിന്നെ അൺഫോംഡ് വേൾഡ്, ഇതിൻ്റെ ബേസിസിൽ നമ്മൾ കുറച്ച് കാറ്റഗറൈസേഷൻസ്, അങ്ങനെ വേറെ രണ്ടാമത്തെ ലാസ്റ്റ് ടേബിളാണിത്. ഇതിൽ പറയുന്നത് one essential principle of archetypal criticism is that the individual and the universal forms of an image are identical, the reasons being too complicated for us just now. ഈ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നൊക്കെ പറയുന്നത് ഈ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം ബേസ്ഡ്. അപ്പോൾ ഇൻഡിവിജ്വലും യൂണിവേഴ്സലും ഏകദേശം ഒരേപോലെയാണ് ആർക്കിടൈപ്സ് എന്നുള്ള രീതിയിലാണ് അവർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആണെന്ന്, അതിപ്പം ഈ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ് എന്താണെന്ന് പറയാൻ ഈ എസ്സേയിൽ അറ്റംപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇറ്റ്സ് സോ കോംപ്ലിക്കേറ്റഡ് ഫോർ അസ് ജസ്റ്റ് നൗ എന്ന് പറയുന്നത്. വി പ്രൊസീഡ് അക്കോർഡിംഗ് ടു ദ ജനറൽ plan of the game of 20 questions, or if we prefer of the great chain of being. ഇതിൻ്റെ ഇത് വളരെ പിന്നെ കാഷ്വൽ, ഇപ്പോൾ ഈ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസിനെ പറ്റിയിട്ട് അവെയർ അല്ലാത്ത ഒരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു ടേബിളാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇൻ ദ കോമിക് വിഷൻ ദ ഹ്യൂമൻ വേൾഡ് ഈസ് എ കമ്മ്യൂണിറ്റി ഓർ എ ഹീറോ who represents the wish fulfillment of the reader. അപ്പം ഞാൻ പറഞ്ഞു ആദ്യത്തെ കോളമായിട്ട് വരക്കുമ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹ്യൂമൻ വേൾഡ് എന്നുള്ളത് എഴുതും. പിന്നെ അവിടെ വരുന്നത് ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി ഓർ എ ഹീറോ ഹു റെപ്രസെൻറ്റ്സ് ദ വിഷ് ഫുൾഫിൽമെൻറ്റ് ഓഫ് ദി റീഡർ.
ആ ഹീറോയിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു തരം വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. ഹീറോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ട്രാജഡിയുടെ കോണ്ടെക്സ്റ്റിലൊക്കെ നമ്മൾ ഈ ഒരു സങ്കല്പം കൃത്യമായിട്ട് അറിയുന്നതാണ്. വൺ എമംഗ് അസ് എന്നുള്ള തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും അവരുടെ പോർട്രയൽ വരിക. ഓക്കെ, ദ ആർക്കിടൈപ്പ് ഇമേജസ് ഓഫ് സിംപോസിയം, കമ്മ്യൂണിയൻ, ഓർഡർ, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്. ഇനി ആർക്കിടൈപ്പൽ ഇമേജസ് വരുന്നത് ഇതൊക്കെയാണ്. അതായത് കോമിക് വിഷനിൽ, അത് രണ്ട് രീതിയിൽ, അതായത് ഈ ഒരേ സാധനം, ഈ ഒരു കമ്മ്യൂണിറ്റി ഹീറോനെ നമ്മൾ കോമിക് വിഷനിലൂടെയും ട്രാജിക് വിഷനിലൂടെയും നോക്കിക്കാണുമ്പോൾ കോമിക് വിഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സിംപോസിയം, കമ്മ്യൂണിയൻ, ഓർഡർ, ഫ്രണ്ട്ഷിപ്പ്, ലവ്. ഈ ഒരു ക്യാരക്ടേഴ്സുമായിട്ട് മാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അതും റിലേറ്റഡ് ആയിട്ടുള്ള ഈ രീതിയിലുള്ള കുറേ ആർക്കിടൈപ്സാണ് നമ്മൾ കാണുക. See, in the tragic vision, the human world is a tyranny or anarchy or an individual or isolated man, the leader, with his back to his followers, the bullying giant of romance, the deserted or betrayed hero. ഈ ഒരു ഹീറോ എന്ന് പറയുന്ന സങ്കല്പത്തിൽ നമുക്കത് ട്രാജിക് വേർഷൻ ആണെങ്കിൽ ടിറാനിയും അനാർക്കിയും, അതുപോലെ ഒരു ഇൻഡിവിജ്വൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിനെയും, അല്ലെങ്കിൽ ഒരു ലീഡർ ആണെങ്കിൽ വിത്തൗട്ട് ദ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ ഫോളോവേഴ്സ് തന്നെ ബിട്രേ ചെയ്യുന്നതും, ബുള്ളിയിങ് ജയൻറ്റ് ഓഫ് റൊമാൻസ്, ഇതൊക്കെയാണ് നമുക്ക് കാണാം ഡെസേർട്ടഡ് ആയിട്ടുള്ളൊരു ബിട്രേഡ് ആയിട്ടുള്ളൊരു ഹീറോ. അതാണ് ട്രാജിക് വേർഷനിൽ ഇതേ കോൺസെപ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ വരിക. പിന്നെ മാരേജ് ഓർ സം ഇക്വലൻറ്റ് കൺസ്യൂമേഷൻ ബിലോങ്സ് ടു ദി കോമിക് വിഷൻ. ഇനി മാരേജ് ഒക്കെ ഈ കോമിക് വിഷനിൽ നമുക്ക് മാരേജ് എന്നുള്ള കോൺസെപ്റ്റൊക്കെ ഈ ഹീറോ റിലേറ്റഡ് ആണെങ്കിൽ അത് കാണാൻ പറ്റും. ദ ഹാർലറ്റ്, വിച്ച് ആൻഡ് അതർ വെറൈറ്റീസ് ഓഫ് യോങ് ടെറിബിൾ മദർ ബിലോങ് ടു ദി ട്രാജിക് വൺ. ഇനി അതേ ഈ കോമിക് വിഷൻ്റെ അണ്ടറിൽ നമ്മൾ മാരേജ് എന്നുള്ള കോൺസെപ്റ്റൊക്കെ കൊണ്ടുവരുമ്പോൾ, അതേസമയം ട്രാജിക് വിഷനാണ് ഒരു ഹീറോ റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൽ വരികയാണെങ്കിൽ ഹാർലറ്റ്, അല്ലെങ്കിൽ വിച്ച്, അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ടെറിബിൾ മദർ എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് വരും. സോ ഓൾ ഡിവൈൻ ഹീറോയിക് ഏഞ്ചലിക് ഓർ അതർ സൂപ്പർ ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ഫോളോ ദി ഹ്യൂമൻ പാറ്റേൺ. ഇങ്ങനെയുള്ള ഡിവൈൻ ഹീറോയിക് ഒക്കെ ആണെങ്കിൽ പോലും നമുക്കിതിനെയൊക്കെ ഡിവൈൻ ഹീറോയിക് ഏഞ്ചലിക് അങ്ങനെയുള്ള സൂപ്പർ ഹ്യൂമൻ ആണെങ്കിൽ പോലും എല്ലാത്തിനും നമ്മൾ ഈ ഹ്യൂമൻ പാറ്റേണിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഫ്രൈയുടെ കോൺസെപ്റ്റിൽ രണ്ടാമത്തത് ഇങ്ങനെ തന്നെയാണ്. 1 2 3 4 5 എന്നുള്ള നമ്പറിങ്ങിലൂടെയാണ് ഇത് പോകുന്നത്. ഈ ഒരു പാരഗ്രാഫ് ആണെങ്കിലും അതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ സെക്കൻഡ് വണ്ണിൽ നമ്മൾ തുടങ്ങുന്നത് ആനിമൽ വേൾഡ് വെച്ചിട്ടാണ്. ഇൻ ദ കോമിക് വിഷൻ, ദ ആനിമൽ വേൾഡ് ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്, യൂഷ്വലി എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ഓർ എ ലാംബ് ഓർ വൺ ഓഫ് ദി ജെന്റ്ലർ ബേർഡ്സ്, യൂഷ്വലി എ ഡവ്. ഓക്കെ, ദ ആർക്കിടൈപ്പ് ഓഫ് പാസ്റ്ററൽ ഇമേജസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പം പിന്നെ അതേ സംഭവം ട്രാജിക് വിഷനിലാണ് ഈ ഒരു ആനിമൽ വേൾഡിനെ നോക്കിക്കാണുന്നത്. അതായത് കോമിക് വേൾഡിലാണെങ്കിൽ ഇത്രയും സാധാരണ ജെന്റിലായിട്ടുള്ള ആനിമൽസോ, ഒരു ഡവ് എന്ന് പറയുമ്പോൾ പ്രാവാണ്, അതുപോലെ സാധാരണ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഒന്നിനും ലാമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു മൈൽഡായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള പിന്നെ എന്താണ് ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ആനിമൽ വേൾഡിനെ കോമിക് പാറ്റേണിൽ കാണുക. In the tragic vision, the animal world is seen in terms of beasts and birds of prey. Okay, wolves, vultures, serpent, dragons and the like. അപ്പോൾ അത് നമ്മളൊരു വർക്ക് ഓഫ് ആർട്ടിൽ കാണുമ്പം ഇതൊക്കെ വരുന്നത് ആനിമൽ വേൾഡിലുള്ള ട്രാജിക് പോർട്രയൽ ആണെന്ന് മനസ്സിലാക്കുക. ദിസ് ഈസ് ദ വേ വി ഹാവ് ടു മേക്ക് ദ കാറ്റഗറൈസേഷൻ. ഇനി തേർഡ് വൺ ആണെങ്കിൽ ദ കോമിക് വിഷൻ, ദ വെജിറ്റബിൾ വേൾഡ്. മൂന്നാമത്തെ കാറ്റഗറി ഏതാണ്? വെജിറ്റബിൾ വേൾഡാണ്. അപ്പോൾ അതിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് ആനിമൽ വേൾഡിന് ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ പറയുന്ന പോലെ വെജിറ്റബിൾ വേൾഡിന് ഗാർഡൻ ഓർ ഗ്രോവ് ഓർ പാർക്കായിട്ടാണ് വെജിറ്റബിൾ വേൾഡിന് നമ്മൾ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം പറയുന്നത്. അവിടെ എന്ത് ചെയ്യുവാണ്? ഗാർഡൻ, ഗ്രോവ് ഓർ പാർക്ക് ഓർ എ ട്രീ ഓഫ് ലൈഫ് ഓർ എ റോസ് ഓർ ലോട്ടസ്. ഓക്കെ, പിന്നെ അപ്പോൾ അത് കോമഡീസിലൊക്കെ നമ്മൾ കാണുന്ന ഇത്രയും കുറച്ചും കൂടി വളരെ വെജിറ്റേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് നല്ല ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഗ്രീനറീസൊക്കെ കാണിക്കുന്നത് അത് കോമഡിയുടെ അണ്ടറിൽ നമുക്ക് പറയാം. ഗാർഡൻ, ഗ്രൂവ് ഓർ പാർക്ക്, ട്രീ ഓഫ് ലൈഫ്, ഇതൊക്കെ റോസ്, ലോട്ടസ്, ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒരു പിന്നെന്താണ് ഒരു ഹാപ്പിനെസ് ഇവോക്ക് ചെയ്യുന്ന സിമ്പിൾസാണ്. അതേസമയം നമ്മൾ അതേ വെജിറ്റബിൾ വേൾഡിൻ്റെ ട്രാജിക് വേർഷനിൽ കാണുന്നത് സിനിസ്റ്റർ ഫോറസ്റ്റ്, ലൈക്ക് ദി വൺ ഇൻ Camo or Comus or at the opening of Inferno, Heath or wilderness or a tree of death. ഇതൊക്കെ നമ്മൾ കാണുന്നത് ആനിമൽ വേൾഡിൻ്റെ
വെരി സോറി, വെജിറ്റബിൾ വേൾഡിൻ്റെ ട്രാജിക് വേർഷനിലായിരിക്കും. നാലാമത്തത് മിനറൽ വേൾഡാണ്. നമ്മൾ കാറ്റഗറൈസ് ചെയ്ത ഫോർത്ത് നമ്പർ 4 ആസ് മിനറൽ വേൾഡ്. മിനറൽ വേൾഡ് സിറ്റിയാണ്, ഓർ എ ബിൽഡിംഗ്, ഓർ എ ടെമ്പിൾ, or one stone, normally a glowing precious stone. In fact, the whole comic series, especially the tree, can be conceived as luminous or fiery. Okay, the archetype of geometrical images, the starlit dome belongs here. അപ്പോൾ അത് കോമിക് വേർഷനിൽ നമുക്ക് ഈ മിനറൽ വേൾഡിൻ്റെ ആണെങ്കിൽ ഈ പറയുന്ന ഒക്കെയും മിനറൽ വേൾഡിൻ്റെ കോമിക് ടൈപ്പിൽ കാണാൻ പറ്റും. സിറ്റി, ബിൽഡിംഗ്, ടെമ്പിൾ, പ്രഷ്യസ് സ്റ്റോൺ, പിന്നെ ട്രീ. ഇപ്പം എന്താണ് എസ്പെഷ്യലി ട്രീ ലൂമിനസ് ആയിട്ട്, ഇപ്പോൾ ഇൻഫാക്ട് ദ ഹോൾ കോമിക് സീരീസ് എസ്പെഷ്യലി ദ ട്രീ ക്യാൻ ബി കൺസീവ്ഡ് ആസ് ലൂമിനസ് ഓർ ഫിയറി. ക്യാൻ ബി കൺഫ്യൂസ്ഡ് വിത്ത് ദ വെജിറ്റബിൾ വേൾഡ്. പക്ഷേ ഇവിടെ എന്താണ്, അതൊരു പ്രഷ്യസ് സ്റ്റോൺ, അങ്ങനെ ലൂമിനസ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന എന്തും നമുക്ക് അതിൻ്റെ കോമിക് വേർഷനിൽ സ്റ്റാർലിറ്റ് ഡോം ഒക്കെ ഇതിൽ വരുന്നതാണ്. എന്താ ബിൽഡിങ്സ് ഒക്കെ അങ്ങനെ ആ രീതിയിൽ കാണുമ്പം മിനറൽ വേൾഡിൻ്റെ കോമിക് ടൈപ്പിലേക്ക് നമ്മൾ ഓർമ്മിക്കുക. ഓക്കെ, ആൻഡ് ദെൻ what about the tragic part of that? In the tragic vision, the mineral world is seen in terms of deserts, rocks and ruins, or the sinister geometrical images like the cross എന്ന് ക്രിസ്ത്യാനിറ്റിൻ്റെ സിമ്പിളായിട്ടല്ല നമ്മൾ കുരിശ് എന്ന് മോശമായ രീതിയിൽ പറയും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഈ രീതിയിലുള്ള മിനറൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് പറഞ്ഞ കുറേ ബിൽഡിങ്സും അങ്ങനെ മെറ്റീരിയൽ ആസ്പെക്ട്സ് വരുന്നതാണ്. അപ്പോൾ അവിടെ റോക്സ്, റൂയിൻസ്, ഇങ്ങനെ ചെതറിക്കിടക്കുന്ന കെട്ടിടങ്ങൾ, ഇങ്ങനത്തെ ഒക്കെ കാണിക്കുമ്പോഴത് മിനറൽ വേൾഡിൻ്റെ ട്രാജിക് വേർഷനിലേക്കാണ് നമ്മളതിനെ ചിന്തിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ദ ഫിഫ്ത്ത് ഫൈനൽ കാറ്റഗറി unformed comic vision. The unformed world is a river. അത് റിവറാണ്. ട്രഡീഷണലി ഒരു റിവറായിട്ട്, അതായത് പിന്നെ നമ്മൾ കാണുന്നത് ഫോർഫോൾഡ് which influenced the Renaissance image of the temperate body with its four humors. അത് അൺഫോംഡ് വേൾഡായിട്ട് റിവർ എന്ന് പറയുമ്പോൾ കോമിക് വേർഷൻ പോലും എന്താണ് കുറച്ചും കൂടി ഒരു ട്രഡീഷണലി ഫോർഫോൾഡായിട്ട് നമ്മൾ ഈ ഒരു 4 ഹ്യൂമേഴ്സിനെയൊക്കെ കാണിക്കുന്ന എന്തെങ്കിലും റിനൈസൻസ് ഇമേജ് ഒക്കെയാണ്. അതായത് സംതിങ് റിനൈസൻസ് സ്പിരിറ്റ് നമുക്കറിയാം, ക്വസ്റ്റാണ് എപ്പോഴും. ഇറ്റ്സ് നോട്ട് ഫുൾ, എവറി ടൈം ദേ ആർ ഇൻ സെർച്ച് ഓഫ് സംതിങ്, ദേ ആർ ബിഹൈൻഡ് സംതിങ്. അതുപോലെ ആ ഒരു രീതിയിൽ ആ 4 ഹ്യൂമേഴ്സിനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്കതിനെ അൺഫോംഡ് വേൾഡിലെ കോമിക് പാർട്ടായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. വാട്ട് അബൌട്ട് ദ ട്രാജിക് വിഷൻ ഇൻ ദ വേൾഡ് ഓഫ് അൺഫോംഡ് വേൾഡ്? യൂഷ്വലി അത് എന്താണ്, സീ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സീ എന്ന് പറയുമ്പോൾ ആസ് എ നാറേറ്റീവ് മിത്ത് ഓഫ് ഡിസൊല്യൂഷൻ ഈസ് സോ ഓഫൺ എ ഫ്ലഡ് മിത്ത്. ഇപ്പോഴും അതുമായിട്ട് ഫ്ലഡ് മിത്ത് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് വലിയ സീ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു പേടിപ്പെടുത്തുന്നൊരു സിമ്പിളായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെയാണ് ദ കോമ്പിനേഷൻ ഓഫ് ദ സീ ആൻഡ് ബീസ്റ്റ് ഇമേജസ് ഗിവ്സ് അസ് ലെവിയാത്തൻ ആൻഡ് സിമിലർ വാട്ടർ മോൺസ്റ്റേഴ്സ്. ഈ ഒരു കോമ്പിനേഷൻ ആ സീയും ബീസ്റ്റ് ഇമേജസ് ഒക്കെ നമുക്ക് വരുമ്പോഴാണ് ഈ ലെവിയാത്തൻ, സിമിലർ വാട്ടർ മോൺസ്റ്റേഴ്സിനെയൊക്കെ ഈ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ജാൻറ വൈസ് അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 തരത്തിലുള്ള പോർട്രയൽ, കോമിക് പോർട്രയലും ട്രാജിക് പോർട്രയലും എങ്ങനെയൊക്കെയാണ് പല ഇമേജറി മിക്സ് ചെയ്തുകൊണ്ട് വർക്ക് ഫങ്ഷൻ ചെയ്യുന്നത് ആർക്കിടൈപ്സ് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ 5 തരം വേൾഡ്സ് പറയും ഒരു കാറ്റഗറൈസേഷൻ. പിന്നെ 2 തരത്തിലുള്ള കോമിക് ട്രാജിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഏത് പ്ലാറ്റ്ഫോം, ഏത് തരത്തിലുള്ള ക്യാരക്ടർ എന്ന് എപ്പോഴും പറയുന്നില്ല. നമുക്ക് ഒരു സ്ഥലത്ത് കമ്മ്യൂണിറ്റി ഹീറോ എന്ന് പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് ഡൊമസ്റ്റിക്, പിന്നെ ബാക്കി മുഴുവനും ഇങ്ങനെ കോമിക് വേർഷനിൽ ഏതൊക്കെ വരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഒന്നാമത്തതിൽ ഹീറോ തന്നെ 2 തരത്തിൽ അവർക്കുള്ള സിറ്റുവേഷൻ കൊണ്ടാണ് ഹീറോനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് കോമിക് ട്രാജിക് 2 തരത്തിൽ പറഞ്ഞാൽ. ബാക്കി എല്ലാത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബീയിങ് ഓഫ് ദി ആനിമൽ, ഒന്ന് വൈൽഡായിരിക്കും, ഒന്ന് ഡൊമസ്റ്റിക് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വെജിറ്റബിൾ വേൾഡിലാണ് ഒന്ന് കുറച്ചും കൂടി കണ്ണിനൊക്കെ കുളിർമ തരുന്ന കാഴ്ചകളായിരിക്കും, ഗാർഡനും കാര്യങ്ങളും. അപ്പോൾ അത് കോമിക് പാർട്ടിലേക്ക് വരും. അല്ലാത്തത് ഇപ്പം ട്രീ ഓഫ് ഡെത്ത്, വിൽഡർനെസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പേടിപ്പെടുത്തുന്ന സിമ്പിൾസ് ട്രാജിക് ഇതിലേക്ക് പോകും. അതുപോലെ തന്നെയാണ് മിനറൽ വേൾഡിലായാലും ബിൽഡിങ്, ടെമ്പിൾ, സിറ്റി, ഇതൊക്കെ പ്രഷ്യസ് സ്റ്റോൺസ്, ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് സെൻസ് തരുന്നത്. അല്ലാത്ത ഡെസേർട്ട്, റോക്ക്, ഇങ്ങനെയുള്ളതൊക്കെ റൂയിൻസ്, ഇപ്പം നാശനഷ്ടങ്ങളുള്ള ഇപ്പം അങ്ങനത്തെ ഇമേജസൊക്കെ ട്രാജിക് വേർഷനിലേക്ക് പോയി. പിന്നെ അതുപോലെ അൺഫോംഡ് വേൾഡിലാണെങ്കിലും നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെയാണ്. അതിൽ കോമിക് വേർഷൻ എന്ന് പറയുമ്പോൾ ഒരു റിനൈസൻസ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അതിന് എന്തോ ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ.
അതേസമയം സി എന്ന് പറയുന്നതിൽ ഒരു ഫ്ലഡ് മിത്തൊക്കെ വരുമ്പം അതിന് ട്രാജിക് ആയിട്ടുള്ള ഒരു കളറിങ് വന്നു. സോ ദിസ് ഈസ് ദ വേ ഫ്രൈ ഗിവ്സ് us ദി നെക്സ്റ്റ് സെക്കൻഡ് ടേബിൾ, ലാസ്റ്റ് ടേബിൾ ഇൻ ദ എസ്. ഈ ടേബിളിൽ കാണുന്ന ലാസ്റ്റ് ഈ ടേബിളാണ് ഇതിൽ ഈ ഒരു എസ്സേയിൽ ലാസ്റ്റ് ടേബിൾ. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദറ്റ് പാരഗ്രാഫ്. താങ്ക് യു. The Archetypes of Literature, paragraph number 33. ലാസ്റ്റ് ഒരു 34 ഒരു പാരഗ്രാഫ് ഡിവിഷൻ കൂടിയുണ്ട്. അത് ജസ്റ്റ് ഒരു കൺക്ലൂഷൻ ആയതുകൊണ്ട് മുഴുവൻ ഇതിൽ തന്നെയാണ് പറയുന്നത്. സോ നമ്മളൊരു പാറ്റേൺ ആക്കി അല്ലെങ്കിൽ ഒരു ടേബിളിൽ ഫ്രൈ എങ്ങനെയാണ് കണ്ടൻസിനെ അല്ലെങ്കിൽ ആർക്കിടൈപ്സിനെ വേരിയസ് ടൈറ്റിലിൻ്റെ അണ്ടറിൽ ചെയ്ത് കാണിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ട്. വളരെ വലിയൊരു കാറ്റഗറൈസേഷനാണ് ഇവിടെ പറയുന്നത്. ഒബ്വിയസ് ആസ് ദിസ് ടേബിൾ ലുക്സ് എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് പോയറ്റിക് ഇമേജസ് ആൻഡ് ഫോംസ് വിൽ ബി ഫൗണ്ട് ടു ഫിറ്റ് ഇറ്റ്. ഇനി ഈ എത്രമാത്രം ഈ ടേബിൾ തന്നെ വെറൈറ്റി കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെയാണ് ഗ്രേറ്റ് വെറൈറ്റി ഓഫ് പോയറ്റിക് ഇമേജസ് ആൻഡ് ഫോംസ് വിൽ ബി ഫൗണ്ട് ടു ഫിറ്റ് ഇറ്റ്. ഓരോ പോയത്തിലും നമ്മൾ കാണുന്ന പല ഇമേജസും ഇതിലെ പല പാർട്ടിലും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിനോട് നമുക്ക് ഇതിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട്, Yeats sailing to Byzantium, to take a famous example of the comic vision at a random, has the city, the tree, the bird, the community of sages, the geometrical gyre and the detachment from the cyclic world. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഇവിടെയെല്ലാം പ്ലേസ് ചെയ്യും. കോമിക് വിഷൻ അതിലെടുത്തു കഴിഞ്ഞാൽ ഇതിലെ 3-4 പാർട്ടിലുള്ള വരുന്ന ഓരോരുത്തരും ഇപ്പം ഇത് ശരിക്കും സ്കാറ്റേർഡ് ആയിട്ടാണ്. സിറ്റി ഇതിലിപ്പം ആസ് പെർ ഫ്രൈയുടെ ടേബിളിൽ നമുക്ക് സിറ്റി കാണാൻ പറ്റുന്നത് എവിടെയാണെന്ന് അറിയാം. ഓക്കെ, മിനറൽ വേൾഡിലാണുള്ളത്. അപ്പോൾ അത് പക്ഷേ മിനറൽ വേൾഡിൻ്റെ കോമിക് പാർട്ടിലാണ്. ട്രീ, ദ ബേർഡ്, അപ്പോൾ അത് രണ്ടും എവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഓർമ്മയുണ്ട്. ട്രീയും ബേർഡും ഒക്കെ നമ്മൾ കാണുന്നത് വെജിറ്റബിൾ വേൾഡിലും ആനിമൽ വേൾഡിലും. അതിൻ്റെ രണ്ടിനും കോമിക് പാർട്ടിൽ തന്നെയാണ്. അതാണ് ഒരു ഡിഫറൻസ്. എല്ലാത്തിനും കോമിക് പാർട്ടിലാണുള്ളത്. So geometrical gyre and the detachment from the cyclic world. It is of course only the general comic or tragic context that determines the interpretation of any symbol. അപ്പോൾ അതാണ് നമ്മൾ വേറൊരു കാര്യം. ഇപ്പോൾ ഇതൊക്കെ സിമ്പിൾസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് ഇപ്പോൾ ഈ പോയം അനലൈസ് ചെയ്യുമ്പോൾ പോലും നമുക്ക് ഈ ഡിഫറൻസ് നമുക്ക് ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് ഓൺലി ദ ജനറൽ കോമിക് ഓർ ട്രാജിക് കോണ്ടെക്സ്റ്റ് ദാറ്റ് ഡിറ്റർമൈൻസ് ദ ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് എനി സിംബോൾ. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു വളരെ കാഷ്വലി തന്നെ എടുത്താൽ പോലും അതിൽ നമുക്ക് പ്ലസൻ്റ് ആക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പ്ലഷർ തരുന്ന, പ്ലഷർ ഇവോക്കിംഗ് ആയിട്ടുള്ള സിമ്പിൾസിന് തന്നെയാണ് നമുക്ക് ഈ കോമിക് വിഷൻ്റെ അണ്ടറിൽ കാണാൻ പറ്റുക. അപ്പം അതിനൊരു ജനറൽ ടെൻഡൻസി ഉണ്ട് എന്നല്ല, ജനറൽ കോമിക് ഓർ ട്രാജിക് കോണ്ടെക്സ്റ്റ് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കലക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും റെലവൻ്റ് ആവുന്നു. അതുപോലെ തന്നെ ആർക്കിടൈപ്പിൻ്റെ ആസ് എ ഹോൾ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസത്തിലും ഈ പറയുന്ന ജനറൽ, അതായത് യൂണിവേഴ്സൽ ഒരു എക്നോളജ്മെൻറ്റ് ഓഫ് ദീസ് ആർക്കിടൈപ്സ് എവിടെയെങ്കിലും ആയിട്ട് അത് റെലവൻ്റ് ആയി വരുന്നതിൻ്റെ റീസൺ ഇതാണ്. Interpretation of any symbol. This is obvious with the relatively neutral archetypes like the island, which may be Prospero's island or circus. See, obvious with the relatively neutral archetypes like അങ്ങനെ എന്താ പറയുന്നത്, it is obvious with the relatively neutral archetypes like the island. അപ്പം സാധാരണ കാണുമ്പോൾ ഒരു ഐലൻഡ് എന്ന് പറയുമ്പോൾ പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മൈന്യൂട്ടായിട്ടെടുത്ത് അതിൽ ഓരോ സിമ്പിൾസിൻ്റെയും അത് പിന്നെന്താണ് പ്ലഷർ ഇവോക്കിംഗ് ആണോ അല്ലെങ്കിൽ കാണുമ്പോൾ കംഫർട്ടബിൾ ആണോ അല്ലയോ എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇനി പറയുന്ന ലാസ്റ്റ് പാരഗ്രാഫിൽ വരുന്നത് our tables are of course not only elementary but grossly oversimplified, just as our inductive approach to the archetype was a mere hunch. അപ്പം ഇവിടെ ഏറ്റവും ഓവർ സിംപ്ലിഫൈഡ് ആണ് ഈ ടേബിൾസ് എന്നാണ് ഫ്രൈ പറയുന്നത്. കാരണം നമുക്കതിൽ ഇൻഡെപ്തായിട്ട് എന്തുകൊണ്ട് ഇത് കോമിക്, ഇത് എന്തുകൊണ്ട് ട്രാജി, ഇപ്പം ഡാർക്ക്നെസ്സിനെ തന്നെ നമ്മൾ വലിയൊരു തോട്ട് പ്രോസസ്സിലൂട്ടിയാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡും അതേപോലെ ലൈറ്റ് എന്നുള്ള ഡേ ടൈമിന് നെഗറ്റീവ് സൈഡും അറ്റാച്ച്. അപ്പം അങ്ങനെ ഇൻഡെപ്തിൽ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു രീതിയിലുള്ള അനാലിസിസ് ആണ് വരും. പക്ഷെ ഇവിടെ വളരെ സിമ്പിളായിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുന്നു. അപ്പോൾ ഡവ് പിന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്ലാന്റ്, അങ്ങനെ വളരെ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഇതൊക്കെ വളരെ നല്ല ഇമേജല്ലേ, പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് സമാധാനം തരുന്ന. അപ്പോൾ അതിനെയൊക്കെ കോമിക് വിഷനിൽ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു പിന്നെ അതേസമയം വൾച്ചേഴ്സ്,
അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ബേർഡ്സ് ഓഫ് പ്രേ, ഇതിനെയൊക്കെ നമ്മൾ ട്രാജിക്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് അതിൻ്റെ ഒരു തോട്ട് പോകുന്നത്. ഓക്കെ, ഈ ഒരു പിന്നെ ഈ ടേബിളിൻ്റെ ഫോർമേഷൻ വളരെ സിംപ്ലിഫൈഡ് ആണെന്നാണ് പറയുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് നോട്ട് ദ ഡെഫിഷ്യൻസീസ് ഓഫ് എയ്തർ പ്രൊസീജിയർ ടേക്കൺ ബൈ ഇറ്റ് സെൽഫ്, ബട്ട് ദ ഫാക്ട് ദാറ്റ് somewhere and somehow the two are clearly going to meet in the middle. അവിടെയാണ് ഒരു ഇമ്പോർട്ടൻസ്. അതായത് പിന്നെ ഇതിൻ്റെ ഡെഫിഷ്യൻസീസ് പലതും ഉണ്ടാവും, പക്ഷേ ഓഫ് ഏത് പ്രൊസീജിയർ രണ്ടിലും, പക്ഷേ അതിലൊന്നുമല്ല കാര്യം. എന്താണ്? ബട്ട് ദ ഫാക്ട് ദാറ്റ് സംവെയർ ആൻഡ് സംഹൗ the two are clearly going to meet in the middle, and if they do meet, the ground plan of a systematic and comprehensive development of criticism has been established. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുവിൽ എത്തി നിൽക്കുന്നത്, അതായത് നമ്മൾക്ക് ഈ കാറ്റഗറൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് പോലും അതിനെ നമുക്ക് ഒരു മിഡ് പോയിന്റിലേക്ക് വെച്ചുകൊണ്ട് ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ തോട്ട് പ്രോസസ്സിൽ നമുക്ക് അതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ കാണുന്നത്. നമുക്ക് പെട്ടെന്ന് കാണുമ്പം പോസിറ്റീവായിട്ടും പെട്ടെന്ന് കാണുമ്പോൾ നെഗറ്റീവായിട്ടും, അപ്പോൾ ആ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ് അത് നമുക്ക് ഈ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസത്തിൽ വളരെയധികം യൂസ്ഫുള്ളാണ്. അത് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതിൻ്റെ ബേസിസിൽ നമുക്ക് അനാലിസിസ് നടത്താനും പറ്റും. അതാണ് ശരിക്കും ഫ്രോയിഡിൻ്റെ അൺകോൺഷ്യസുമായിട്ട് ശരിക്കും യോങ്ങിൻ്റെ അൺകോൺഷ്യസ് പറയുന്ന പ്രൈവറ്റാണ്. ഫ്രോയിഡിയൻ അൺകോൺഷ്യസ്, യോങ് പറയുന്നത് പിന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതൊക്കെ ഒരുപാട് കാലഘട്ടങ്ങൾ ഒരുപാട് ആൾക്കാർ ഹ്യൂമൻ റേസിനെ മുഴുവൻ എടുത്താൽ ഒരു കലക്റ്റീവ് അൺകോൺഷ്യസ് ഉണ്ട്. അതുകൊണ്ടാണ് ദേശങ്ങളും കാലങ്ങളും നാഷണൽ ബൗണ്ടറീസും റിലീജിയസ് ഡിഫറൻസസ് ഒന്നും ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഓഫ് ദീസ് പീപ്പിൾ ടെൻ ടു എൻജോയ് സെർട്ടൈൻ. അപ്പോൾ അങ്ങനെ കലകളോട് മറ്റുള്ളതിനോട് പല ഫോംസിലുള്ളതായാൽ പോലും നമ്മുടെ മിത്തുകൾ പോലും ഒരേ രീതിയിൽ ഇങ്ങനെ പാറ്റേൺ ആയിട്ട് വരുന്നതിൻ്റെ റീസൺ ഈ കലക്റ്റീവ് അൺകോൺഷ്യസ്. അപ്പോൾ ആ മിഡ് പോയിന്റ് കണ്ടുപിടിക്കലും അതിൽ നിന്നാണ് ഈ കാറ്റഗറൈസേഷൻ വരുന്നു ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്രിറ്റിസിസത്തിനൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ കിട്ടിയാൽ അതിനൊരു തുടക്കമായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫ്രയെ ഈ എസ്സേ സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദ ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്.